എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പുട്ടും മുട്ടക്കറിയുമാണ്. ആദ്യം തന്നെ എണ്ണ ചൂടായി വരുമ്പോഴേക്കും കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാൻ കറി ഉണ്ടാക്കുമ്പോഴെല്ലാം വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ഇടുന്നത്. വെളുത്തുള്ളി ഇഞ്ചി നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ചതച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കാം. 2 സവാളയും കൂടി ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്കിതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇന്ന് രാവിലെ ഇവിടെ പുട്ടും മുട്ടക്കറി വരുന്നപ്പോൾ ഞാൻ വിചാരിച്ച് വെറുതെ ഒന്ന് വീഡിയോ എടുത്താലോ, അത് യൂട്യൂബിൽ ഇട്ടാലോ എന്ന് അങ്ങനെ പെട്ടെന്ന് വീഡിയോ എടുത്തതാണ്. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് നേരം ഒന്ന് വഴറ്റിയതിന് ശേഷം അടച്ച് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് വഴന്ന് വരും. ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെക്കാം. ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. അടിയിൽ പിടിക്കാതെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. നന്നായി വഴന്നു വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ആ പൊടിയുടെ മണമൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കറി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ പുഴുങ്ങി വച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കാം. ഒരു മിനിറ്റ് കൂടി അടച്ചു വെച്ചിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കാം. അങ്ങനെ മുട്ടക്കറി റെഡിയായി. പുട്ടുണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ AVSൻ്റെ പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഉപ്പും വെള്ളവും ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പുട്ടുകുറ്റിയിലേക്ക് പുട്ടുപൊടി വാരിയിടാം. ഞങ്ങളിവിടെ അടുപ്പത്താണ് പുട്ടുണ്ടാക്കുന്നത്. എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അങ്ങനെ ഇവിടെ പുട്ടും മുട്ടക്കറി റെഡിയായി.